നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത്രയധികം ഇഷ്ടമാകും. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇന്ന് ഈ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇതിനകത്തോട്ടുള്ള പ്രളയം ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു പാത്രം നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അതിനകത്തോട്ടേക്ക് 1/4 കപ്പിനടുത്ത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയെ നല്ലതുപോലെ ഉരുക്കിയെടുത്ത് ക്യാരമലൈസ് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്ക് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് പഞ്ചസാരയെ നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. പഞ്ചസാരയുടെ കളർ മാറി ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെ വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് പഞ്ചസാരയ്ക്ക് ഒരു കയ്പ്പ് രസം വരുന്നുണ്ട് എന്നുള്ളത്. അത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു കയ്പ്പ് രസം വരുന്നത്. അപ്പോൾ ഫ്ലെയിം എപ്പോഴും നന്നായിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ പഞ്ചസാര കളറ് മാറി കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം 1 ടീസ്പൂണിനടുത്ത് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ കശുവണ്ടി പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കൊന്ന് ബട്ടർ മെൽറ്റായി കഴിഞ്ഞ പാടെ തന്നെ നമുക്കിതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പ്രളയം ഞാനൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. സ്റ്റീലിൻ്റെ പ്ലേറ്റിനകത്ത് ജസ്റ്റ് ഒന്ന് ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ പാടെ തന്നെ അത് ആ പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം ഇത് പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നല്ലതുപോലെ ചൂടാറി ഒന്ന് സെറ്റാകുന്നത് വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പാത്രത്തിനകത്തുനിന്ന് ശരിക്കും വേർപെട്ട് വരുന്ന രീതിയിൽ കിട്ടും. ഇനി ഇത് നമുക്ക് ശരിക്കും ഒന്ന് പൊടിച്ചെടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുത്തി പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ചെറിയ കഷ്ണങ്ങളാകുന്ന രീതിയിൽ തന്നെ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ആകെ എടുത്തിരിക്കുന്നത് 500 ml ആണ്. 1/2 ലിറ്റർ പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. വെള്ളമൊന്നും ചേർത്ത് മിക്സ് ചെയ്തെടുക്കരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലിന് ഏകദേശം ഒരു 1/2 കപ്പിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാലും പഞ്ചസാരയും ചേർത്തുള്ള ഒരു മിക്സ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പാല് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലോറിൻ്റെ മിക്സാണ്. അപ്പോൾ ഞാൻ ശരിക്കും ഇതിനകത്ത് നിന്ന് നേരത്തെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് പാലെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. പാല് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം കോൺഫ്ലോറും പാലും കൂടിയുള്ള മിക്സ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാല് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും പാലും കൂടിയുള്ള ഒരു മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും. അപ്പോൾ തവി വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിക്കായി കിട്ടിയാൽ മതി. ഒത്തിരി അങ്ങ് കുറുക്കി എടുക്കരുത്. ഒരു തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് ഇതിനകത്തോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് വിപ്ഡ് ക്രീമാണ്. നിങ്ങൾക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം. അമൂലിൻ്റെയൊക്കെ ഫ്രഷ് ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം പൗഡറോ വിപ്പിംഗ് ക്രീമായിട്ടോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ പൗഡറായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ചെറിയ പാക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിപ്പ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ബൗൾ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക. വിസ്കും അതുപോലെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇനി ബീറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫ് ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കണ്ടില്ലേ, നല്ല സ്റ്റിഫ് പീക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ വിപ്പിംഗ് ക്രീം പൗഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 2 മിനിറ്റൊക്കെ വേണ്ട കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ നമ്മൾ വിസ്ക് ഉപയോഗിച്ചാലും സ്പൂൺ ഉപയോഗിച്ചാലും ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ക്രീം നല്ല മധുരമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തോട്ടേക്ക് വീണ്ടും പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ടേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര തന്നെ ചേർത്ത് കൊടുത്തിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ക്രീം നല്ലതുപോലെ വിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിരിക്കുന്ന പാൽ ഇതിനകത്തോട്ടേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
ശരിക്കും ക്രീമായിട്ട് ഇത് മിക്സ് ആകുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ല. അതിനുശേഷം നമ്മൾ ഒരു 1-2 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. ശരിക്കും നല്ല സോഫ്റ്റായിട്ട് വരണം നമ്മൾ വിപ്പ് ചെയ്തിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നല്ല ക്രീമി ആകുന്ന രീതിയിൽ തന്നെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പ്രളയം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു യെല്ലോ കളർ ഇത്തിരി ആഡ് ചെയ്യുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതേ കളറിൽ കിട്ടണം എന്നാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു ഇത്തിരി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിനകത്തോട്ടേക്ക് ഒഴിച്ച് നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ട്രേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഗ്ലാസിൻ്റെ ബൗളോ അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ ബൗളായിട്ടാണ് ഉള്ളതെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ ഒരു ട്രേ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി ഭാഗം ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പ്രളയം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ക്ലിങ് ഫിലിമോ ഉപയോഗിച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലതുപോലെ ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 6-7 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആയതിന് ശേഷമുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം 7 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു സ്കൂപ്പ് ഞാനൊന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി അതിന് മുകൾ ഭാഗത്തായിട്ട് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്രലയൻ കുറച്ചൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്തിട്ടൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ബട്ടർ സ്കോച്ച് എസൻസ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എസൻസ് കൂടി വേണമെന്നാണെങ്കിൽ അതുകൂടി ചേർത്ത് ചെയ്യാവുന്നതാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.